ചേട്ടാ, വർഷങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ആന്റണി രാജു തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ അദ്ദേഹത്തിന് ജീവപര്യന്തം തന്നെ കിട്ടുമെന്ന് ഉറപ്പാണോ? ജീവപര്യന്തം കിട്ടാനുള്ള കുറ്റമുണ്ട് അതിനകത്ത് സെക്ഷൻ ഈ 409 എന്ന് പറയുന്ന സെക്ഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സെക്ഷൻ നേരത്തെ കുറ്റപത്രത്തിലോ മറ്റൊന്നിലും ഇല്ലായിരുന്നു. ആ സെക്ഷൻ ഉൾപ്പെടുത്തിയത് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ്. അപ്പം ആ സെക്ഷനിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഈ കേസിന്റെ വലിയൊരു സംഭവബഹുലമായിട്ടുള്ള കഥയുണ്ട്. ആ കഥയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് മനോരമ ന്യൂസിലെ മാധ്യമപ്രവർത്തകനായിരുന്ന അനിൽ ഇമാനുവൽ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ്. നമ്മളൊക്കെ കൊച്ചിയിൽ നിന്ന് അനിലേട്ടാന്ന് വിളിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റാണ്, ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ്. ഞാനൊക്കെ തുടക്കകാലം മുതൽ തന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. മാത്രമല്ല നമുക്ക് വളരെ സൗമ്യനാണ്. എന്ത് കാര്യങ്ങളും സംശയങ്ങൾ ചോദിച്ചാൽ നമ്മളെപ്പോഴത്തെ പുതുതലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ അദ്ദേഹം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുകയാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്. ആ സ്ഥാപനത്തിൽ ഇപ്പം വളരെ നിർണായകമായിട്ട് ഈ ദിലീപിന്റെ കേസിനകത്ത് ഈ വേർഡിക്റ്റ് സംബന്ധിച്ച് വിധിയെ സംബന്ധിച്ചുള്ള മൊത്തം കാര്യങ്ങളും ഓരോ എപ്പിസോഡായിട്ട് തന്നെ പുറത്തുവിടുകയും എന്താണ് ആ കേസിനകത്ത് വിധിയുടെ പൂർണ്ണ ഭാഗമെന്ന് അതിന്റെ പൂർണ്ണമായിട്ടും വിധി പകർപ്പ് വായിച്ചതിന് ശേഷം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല നിർണായകമായിട്ടുള്ള ഒട്ടേറെ കേസുകൾ, കേരളത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒട്ടേറെ കേസുകൾ പുറത്തു കൊണ്ടുവന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം. ഈ കേസിലേക്ക് 1990 നടന്ന ഈ ഒരു കേസിലേക്ക് അദ്ദേഹം എത്തിത്തീരുന്നത് എന്നത് 2022 2022 അദ്ദേഹം അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു ചാനൽ ചർച്ചയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ പ്രതിപാദിക്കുന്നത് കേട്ടു. അപ്പോൾ അതിനുശേഷം മുതിർന്ന മാധ്യമപ്രവർത്തകനുള്ള റോയി മാത്യു സാറും ഇതുമായി ബന്ധപ്പെട്ടുള്ള 1-2 കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അങ്ങനെ ഇദ്ദേഹം ആ കേസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകൾ മൊത്തം ശേഖരിച്ചു. 2022 മെയ് ജൂൺ മാസങ്ങളിലായിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഡാറ്റകൾ മൊത്തം എടുത്തു. ഇതിനകത്ത് കോടതിയിലെ രേഖകൾ മറ്റു കാര്യങ്ങളെല്ലാം കിട്ടണം. അതൊക്കെ വളരെ സമയം എടുത്ത് കിട്ടുന്ന രേഖകളാണ്. മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള മൊഴിപ്പകർപ്പുകൾ, സാക്ഷി കാര്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, ചാർജ് ഷീറ്റുകൾ, കേസ് ഡയറി, ഈ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. പക്ഷെ അദ്ദേഹം കൃത്യമായി തന്നെ അതെല്ലാം തന്നെ വളരെ സമയമെടുത്ത് വളരെ വിദഗ്ധമായി തന്നെ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം പവർ ഉപയോഗിച്ച് അദ്ദേഹം ഇതെല്ലാം തന്നെ കണ്ടെത്തി. അദ്ദേഹം അന്ന് വർക്ക് ചെയ്തിരുന്ന സീനിയർ കറസ്പോണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന മനോരമ ന്യൂസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് മനോരമ ന്യൂസിലെ ഈ എഡിറ്റോറിയലിൽ ഇത് സമർപ്പിച്ച ഘട്ടത്തിൽ അന്ന് മനോരമ ന്യൂസ് ഒരു തീരുമാനമെടുത്തു. ആന്റണി രാജുവിനെതിരായിട്ടുള്ള, അന്ന് മന്ത്രിയാണ്, ആന്റണി രാജുവിനെതിരായിട്ടുള്ള ആ വാർത്ത സംരക്ഷണം ചെയ്യാൻ വേണ്ടി മനോരമ ന്യൂസിന് പറ്റില്ല എന്ന്. എന്താ കാരണമെന്ന് ആർക്കും അറിയത്തില്ല. എന്താ കാരണമെന്ന് അല്ലേട്ടനോട് ഇന്നും അവർ സംസാരിച്ചതായിട്ട് എനിക്കറിവില്ല. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അല്ലേട്ടനോട് സംസാരിച്ചിട്ടുള്ളതാണ്. മനോരമ ന്യൂസ് അങ്ങ് തീരുമാനിക്കുകയാണ് ഈ വാർത്ത കൊടുക്കേണ്ടതില്ല. അതായത് LDF മന്ത്രിസഭയിലെ ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള, രാജിവെപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു വാർത്ത ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മനോരമ ന്യൂസിന് കഴിയില്ല. അതെ, അതിനകത്ത് ഭയങ്കര വൈരുദ്ധ്യമാണ്. അതിനകത്ത് ഇപ്പൊ കൈരളിയിലെ കൊടുത്തെങ്കിൽ നമ്മുടെ റിപ്പോർട്ടറിലോ ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു രസം പറയാം. ഇപ്പൊ പൊളിറ്റിക്കലി കോൺഗ്രസ് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന മനോരമ ന്യൂസ്. പക്ഷെ അപ്പോഴും അന്തർധാര സജീവമാണെന്ന് വേണം നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ. അതെ. അപ്പോ അങ്ങനെ ഈ വിഷയത്തിനകത്ത് ഈ മനോരമ ന്യൂസിലെ രേഖാമൂലം തന്നെ അനിൽ മാനവലിനോട് പറയുകയാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനെ തുടർന്ന് 2022 ജൂലൈ 17 മുതൽ അനിലേട്ടന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള രേഖകൾ കൃത്യമായി ഒന്നൊന്നായി പുറത്തുവിടുകയാണ്. ഫസ്റ്റ് രേഖ പുറത്തുവിടുക തന്നെ അന്നത്തെ ദിവസം മിക്കവാറും ചാനലുകളിലെ അന്തിച്ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പോയി. മനോരമ ഒഴിച്ചുള്ള മറ്റു ചാനലുകളിലേക്ക് അന്തിച്ചർച്ചയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഡാറ്റകളാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ഊഹാപോഹ തിയറി അല്ല ഉണ്ടാക്കിയത്. നമ്മളൊക്കെ പലപ്പോഴും പല സംഭവങ്ങളിനകത്ത് നമുക്ക് സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഡാറ്റ ഇല്ലാത്ത ഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ അത് അറിയായിരിക്കും. പക്ഷെ നമുക്ക് ഡാറ്റ വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഊഹാപോഹ തിയറി ഉണ്ടാക്കും. അങ്ങനെ ഒരു ഊഹാപോഹ തിയറിയിലാണ് കറക്റ്റ് എവിഡൻസ് ബേസ്ഡ് അതിൻ്റെ അകത്ത് കുറ്റപത്രത്തില് ഈ മൊഴികളില് മറ്റു കാര്യങ്ങളിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇത് അതിൻ്റെ അകത്തൊരു അണ്ടർവെയറാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വളരെ പ്രധാനമായിട്ട്. അതായത് ഈ കേസ് എന്ന് പറഞ്ഞാൽ 1990 ഒരു വിദേശി അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തെ പിടിക്കുകയാണ്. അദ്ദേഹത്തെ മയക്കുമരുന്ന് കൈവശം ഹാഷിഷ് കയ്യിൽ വെച്ച് സൂക്ഷിച്ചതിന് പിടിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ഈ അണ്ടർവെയറിലാണ് ഈ ഇത് സൂക്ഷിച്ചത്. പിന്നീട് ആ അണ്ടർവെയർ കാണാനില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ഈ കോടതിയിലേക്ക് തൊണ്ടി മുതലായി പോയിട്ടുള്ള ഈ സംഭവം കോടതി ജീവനക്കാരനായിരുന്ന ഒരു ജോസ് 1-ാം പ്രതിയും
ഈ അന്ന് അഭിഭാഷകനായിരുന്ന ഈ ആന്റണി രാജു ഈ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രക്ഷിക്കുന്നതിന് വേണ്ടി അതിനകത്ത് പ്രധാനപ്പെട്ട തൊണ്ടി മുതലായിട്ടുള്ള ഈ പറയുന്ന സാധനം അവിടെ നിന്ന് മുക്കി. അതായത് പ്രധാനപ്പെട്ട ഒരു തെളിവ് അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസിന്റെ ചാർജ് ഷീറ്റിനകത്ത് പറഞ്ഞിരുന്നത് ഈ പറയുന്ന ഈ വിദേശിയായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് അണ്ടർവെയറിന്റെ അകത്ത് ഇത് സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. അളവ് മാറ്റി തിരിച്ചു നൽകി അതെ അതെ അതെ. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനം അണ്ടർവെയർ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പൊ അണ്ടർവെയർ ഇല്ലാത്ത ഇതില്ല, അണ്ടർവെയറേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കഴിയും. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് തള്ളിപ്പോകുന്ന രീതിയിലേക്ക് അങ്ങനെ ആ കേസിന്റെ അകത്ത് പുള്ളി രക്ഷപ്പെടുന്ന നിലയുണ്ടായി. ഈ വിദേശി രക്ഷപ്പെടുന്ന നിലയുണ്ടായി. തുടർന്ന് ഈ വിദേശി മറ്റൊരു കേസിനകത്ത് പിടിക്കപ്പെട്ടു. അന്ന് ജയിലിൽ വെച്ചിട്ട് ജയിലിലെ മറ്റൊരു അതെ 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 അന്ന് ഒരു തടവുകാരനോടാണ് ഈ വിഷയം പറയുന്നത്. അതാണ് പിന്നീട് സംഭവമാകുന്നത്. എന്നാലും അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ 2022 ജൂലൈ 17 മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകൾ കൃത്യമായി ഫേസ്ബുക്കിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം മനോരമ ന്യൂസിൽ നിന്നുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യുന്ന ഘട്ടത്തിൽ മനോരമ ന്യൂസ് അദ്ദേഹത്തിന്റെ ഫോൺ പെട്ടെന്ന് ഒഫീഷ്യൽ അദ്ദേഹത്തിന്റെ ഫോൺ പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്തു. അതായത് ഞങ്ങൾ ഇവിടുത്തെ പണി തുടങ്ങി, നീ വേണമെങ്കിൽ ഇറങ്ങി പോടാ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിടാതെ തന്നെ അവിടെ നിർത്തിക്കൊണ്ടുള്ള ഉപദ്രവം തുടങ്ങി. ആ ഘട്ടത്തില് നമുക്ക് ആർക്കെങ്കിലും ആത്മാഭിമാനമുള്ള ആരും അവിടെ അങ്ങനെ നിൽക്കില്ല. അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കൂടെ കാണുന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് മെസ്സേജും ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ട് അതിൽ നിന്ന് മനോരമ ന്യൂസിൽ നിന്ന് വളരെ എന്താ പറയാ ബോധപൂർവം തന്നെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന അദ്ദേഹം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഈ 409 എന്ന് പറയുന്ന സെക്ഷൻ അന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഹൈക്കോടതിയിൽ അനിൽ ഇമ്മാനുവൽ പോയി 3 തവണ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ആദ്യത്തെ തവണ പോയി ആ ഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് ഈ ഹൈക്കോടതിയിൽ ഈ പ്രതി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആന്റണി രാജു ഹൈക്കോടതിയിൽ പോവുകയും സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്തു. സുപ്രീം കോടതിയാണ് അന്ന് ഈ കേസിന്റെ അകത്ത് ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം പറഞ്ഞത്. ഇതിനകത്ത് 1 വർഷത്തിനുള്ളിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ കേസിനകത്ത് വിധി പറയണമെന്ന് പറയുന്നു. അതായത് 2024 നവംബർ 24-ാം തീയതിയാണ് അങ്ങനെ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ആ വിധി വന്നതോടുകൂടി ഈ 2025 നവംബറിനുള്ളിൽ പറയേണ്ടതായിരുന്നു. അതിപ്പോ ഈ 2026 ജനുവരി 3-ാം തീയതിയിലേക്ക് പറയുന്ന തരത്തിലേക്ക് പോയി. അപ്പം അങ്ങനെ വിധി പറയാൻ വേണ്ടി തന്നെ വളരെ ത്വരിത രീതിയിൽ ഈ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഈ കേസിന്റെ അകത്ത് ഈ 2014 വരെ 2006 ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 90 നടന്ന കേസ് 94 ഇതിന്റെ അകത്ത് കേസ് എടുക്കുന്നത്. ഈ ഇതിനകത്ത് അതായത് ഈ മറ്റേ ഇത് നശിപ്പിച്ചു, തൊണ്ടി മുതൽ നശിപ്പിച്ചു എന്നുള്ള പരാതിന് മുകളിൽ അല്ലെങ്കിൽ അതിനകത്ത് പോലീസ് കേസെടുക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നത് 2006 അതിനുശേഷം 2014 വരെ മഞ്ചൂർ കോടതിയിൽ ഈ കേസ് വെറുതെ കിടക്കുകയാണ്. അതിനകത്ത് കോടതി തന്നെ ഈ വിഷയത്തിനകത്ത് ഈ പ്രതികളെ വിളിപ്പിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ഇത് സർക്കാരും കോടതികളൊക്കെ അതിനകത്ത് എന്തൊക്കെയോ ഇടപെടലുകൾ നടത്തിയെന്നൊരു സംശയം പൊതുജനത്തിന് എന്തായാലും ഉണ്ട്. അങ്ങനെ 2022 വരെ പിന്നീട് നെടുമങ്ങാട് കോടതിയിൽ കിടക്കുന്ന ഘട്ടത്തിലാണ് അനിൽ ഇമ്മാനുവൽ കേസെടുക്കുന്നത്. പിന്നീട് ഈ കേസിനകത്ത് നെടുമങ്ങാട് കോടതി തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള ഇപ്പം വിധി പറയുന്നത്. അങ്ങനെ ഇതിനകത്ത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന കുറ്റങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ നെടുമങ്ങാട് മജിസ്ട്രേറ്റിന് ഒരു 3 വർഷം വരെയുള്ള ശിക്ഷ വിധി പറയാനുള്ള എന്താ പറയുക അധികാരം മാത്രമേ ഉള്ളൂ. അതിനെ തുടർന്നുള്ള ശിക്ഷകൾ വിധി പറയണമെങ്കിൽ CJM കോർട്ടിനാണ് പറ്റുള്ളൂ. അങ്ങനെ ഇപ്പം CJM കോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷത്തിന് മുകളിൽ എന്തായാലും ഇതിനകത്തൊരു വിധി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പീൽ പോവാം. ഇതിനുശേഷം ആന്റണി രാജു മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത് താനൊരു കുറ്റം ചെയ്തിട്ടില്ല, കോടതി നിരപരാധികളായിട്ട് ഒട്ടേറെ പേർ ഇപ്പോഴും കേസുകളിൽപ്പെട്ട് ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എന്തായാലും നീതിപരമായിട്ട് അപ്പീൽ പോകും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം മാത്രമല്ല ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തെ കോടതി ജീവനക്കാരനാണ്. ജോസ് എന്ന് പറയുന്ന കോടതി ജീവനക്കാരൻ. അപ്പൊ ആ കോടതി ജീവനക്കാരന് ആ കോടതിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇതിന്റെ വിചാരണ നടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നു. അങ്ങനെയുള്ള വാദങ്ങളൊക്കെ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതിനിടയിൽ AK ആന്റണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇതിനിടയിൽ ഒരു വിജിലൻസ് ഒരു പരിശോധന നടത്തിയിരുന്നു. അന്ന് ഒരു ഒട്ടാറെ DSP SP ഒപ്പം തന്നെ CA ഇവരെല്ലാം ഒരു സംഘം ഉണ്ടാക്കിയിട്ട് അവർ ഇദ്ദേഹത്തിന് ഒരു ക്ലീൻ ചീറ്റ് ഒക്കെ കൊടുത്തിരുന്നു. ഇദ്ദേഹം അതിൻ്റെ അകത്തില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു കോടതിയിൽ ഒരു എന്താ പറയുക വക്കാലത്ത് കിട്ടിയ ആ വക്കാലത്ത് നല്ല രീതിയിൽ നടപ്പാക്കുക മാത്രമാണ് ചെയ്തത്. AK ആന്റണി സർക്കാർ അന്ന് ഒരു ക്ലീൻ ചീറ്റ് ഒക്കെ കൊടുത്തു. ആ ക്ലീൻ ചീറ്റ് ഒക്കെ ഇവർ കോടതിയിൽ ഈ വാദത്തിന്റെ ഈ 2024 നവംബറിന് ശേഷം സുപ്രീം കോടതിയിലെ ഓഡിറ്റിന് ശേഷമുള്ള വാദങ്ങളിൽ കൃത്യമായി ഉന്നയിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല ഈ ആന്റണി രാജു ഹാജരാകേണ്ട ഘട്ടങ്ങളിൽ ഹാജരാകുകയും അപ്പം തന്നെ അഭിഭാഷകൻ ഹാജരാകേണ്ട ഘട്ടങ്ങളിൽ ഹാജരാകുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ കേസിന്റെ പൂർണ്ണമായിട്ടും ഈ കേസിനെ പഠിക്കുന്ന ഘട്ടത്തില്
ഈ 90-ൽ നടന്ന ഒരു സംഭവം 94-ല് ഈ വിഷയത്തിനകത്ത് അതിൻ്റെ അകത്ത് എന്താ പറയാ ചാർജ് എടുക്കുന്നു. 2006 കുറ്റപത്രം സമർപ്പിക്കുന്നു. 2014 വരെ ഒരു സ്ഥലത്ത്, അതിനുശേഷം 2022 വരെ മറ്റൊരു കോടതിയിൽ വെറുതെ കിടക്കുന്നു. 2022-ല് ഒരു മാധ്യമ പ്രവർത്തനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നിൽ വളരെ സജീവമായി അദ്ദേഹത്തിന്റെ ഒരു സേഫ് ആയിട്ടുള്ള ജോലി, മനോരമയിലെ ജോലി എന്നൊക്കെ പറയുന്നത് ആരും കൊതിക്കുന്ന ജോലിയാണ്. അതായത് ഒരു സേഫ് ആയിട്ടുള്ള ജോലി, കൃത്യമായിട്ടുള്ള സാലറി, PF, മറ്റ് അലവൻസുകളെല്ലാം, വർഷത്തിൽ 1-2 ബോണസുകൾ, കാര്യങ്ങള്, പിന്നെ അതിൽ കിട്ടുന്ന ഒരു പ്രസ്റ്റീജ് വേറെയാണ് മനോരമ ന്യൂസിൽ വാക്കിയെന്നത്. ഇതെല്ലാം തന്നെ അദ്ദേഹം വേണ്ടെന്ന് വെച്ച് ഈ ഒരു കേസിന്റെ പിന്നാലെ പോയി ആ കേസിന്റെ അകത്ത് എന്തായാലും ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രിയെ അന്ന് രാജിവെപ്പിക്കാൻ പറ്റുന്ന മനോരമ ന്യൂസിന് ഇന്നിപ്പോ കേസ് കൃത്യമായി ഫോളോ ചെയ്യേണ്ടത്. ഇന്ന് ചിലപ്പോൾ അന്ത്യചർച്ച മനോരമ ന്യൂസ് ഈ വിഷയം എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അനിൽ ഇമ്മാനുവൽ തന്നെ ഇതിനകത്ത് കേസിന്റെ അകത്തെ വളരെ പ്രധാനി എന്ന നിലയിൽ, അല്ലെങ്കിൽ കേസിന്റെ ഒരു എന്താ പറയുക, കേസിന്റെ ഒരു വിധിയിലേക്ക് എത്തിച്ച മനുഷ്യൻ എന്ന നിലയിൽ അവരുടെ മുൻ റിപ്പോർട്ടറെ അവർ വിളിക്കും എന്നുള്ളതൊക്കെ കാണാൻ നമുക്ക് എന്തായാലും ചർച്ച ചെയ്ത് തീർച്ചയായും ഇതിനകത്ത് വിധി വരാൻ വേണ്ടിയിരിക്കുകയാണ്. എന്തായാലും MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാലും ഇനി ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല. കാരണം ഇനി പാപ്പടി 3-4 മാസമാണ് ഈ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ളത്. തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യൂഷൻ നിയമസഭാ മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അപ്പം എന്തായാലും അവിടെ BJP കുറച്ചും കൂടെ ഗുണകരമാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ പാർട്ടി എന്തായാലും കൈവിടാൻ ഒരു ചാൻസും ഇല്ല. അല്ല, ഇതിനകത്ത് സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ പോലും അതിനകത്ത് LDF അല്ലെങ്കിൽ പാർട്ടിയോ ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് പറയില്ല. ഈ നീതിപീഠത്തിന്റെ മുകളിലാണ് എന്താ പറയാ ഇരട്ടിച്ചങ്ങൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടതും നമുക്ക് പുതുതലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം അല്ലെങ്കിൽ മാധ്യമധർമ്മങ്ങൾ കൃത്യമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു കൃത്യമായി നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എത്ര വലിയ മന്ത്രിയല്ല, ഇനിയിപ്പോ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും അവരെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലെ ഇന്ത്യൻ നിയമ സംവിധാനത്തിലൂടെ തന്നെ അദ്ദേഹത്തെ തുറുങ്കിലടയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കൃത്യമായ മെസ്സേജാണ് ഉള്ളത്. ഈ വിഷയത്തിൽ എന്തായാലും ഫസ്റ്റ് റിപ്പോർട്ടിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രിയപ്പെട്ട അനിൽ ഇമ്മാനുവലിന് നമ്മൾ രേഖപ്പെടുത്തുകയാണ്.